റാങ്ക് ലിസ്റ്റ് പുതുക്കുന്നതിന് മുമ്പേ 35,000 ഉണ്ടായിരുന്ന റാങ്ക് 38,000 അതായത് 3000 റാങ്ക് ബാക്കോട്ട് പോയി. എങ്ങനെ? 2025 കീം റാങ്ക് ലിസ്റ്റിനെ ചൊല്ലിയിട്ടുള്ള പല വിവാദങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഹൈക്കോടതി വിധി വന്നപ്പം സോൾവ് ആയി എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനെയോ കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ അല്ല. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ സംശയങ്ങൾക്കുള്ള ഉത്തരം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുക. എനിക്ക് ബേസിക്കലി 3 ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം 65% ഉണ്ടായിരുന്ന എനിക്ക് ഈ കൊല്ലം 77% അതായത് 12% ഇൻക്രീസ് വന്നു. അതേപോലെ കഴിഞ്ഞ കൊല്ലം 65 മാർക്ക് ഉണ്ടായിരുന്ന എനിക്ക് ഈ കൊല്ലം 85 മാർക്ക്, അതായത് 20 മാർക്ക് കൂടി. എന്നിട്ടും എൻ്റെ റാങ്ക് 35,000 നിന്ന് 38,000 കുറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, CE ഇറക്കിയ 2011 മാനദണ്ഡം പ്രകാരം നോർമലൈസേഷന് അവരൊരു രീതി വെച്ചിട്ടുണ്ട്. പക്ഷേ പല കുട്ടികളുടെയും നോർമലൈസേഷൻ അതിൽ നിന്നും വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നി. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എൻട്രൻസ് മാർക്കിൻ്റെ കൂടെ +2 മാർക്ക് കൂട്ടി നോർമലൈസേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ മാർക്കും പെർസെൻറ്റേലും കൂടിയിട്ടും എൻ്റെ റാങ്ക് എങ്ങനെ പിന്നോട്ട് പോയി എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എൻ്റെ റിസൾട്ട് കാണണം. ഇതെൻ്റെ 2024 കീമിൻ്റെ റിസൾട്ടാണ്. ഇതിൽ ആദ്യത്തെ വരിയിൽ കാണുന്നത് എൻട്രൻസ് എക്സാമിൻ്റെ മാത്രം നോർമലൈസ്ഡ് മാർക്കാണ്. ഇതിൽ രണ്ടാമത്തെ വരിയിൽ കാണുന്നത് നോർമലൈസ് ചെയ്ത +2ൻ്റെ മാർക്കാണ്. മൂന്നാമത്തെ വരിയിൽ കാണുന്നത് +2ൻ്റെയും എൻട്രൻസിൻ്റെയും നോർമലൈസ് ചെയ്ത മാർക്കുകൾ ഒരുമിച്ച് ആഡ് ചെയ്ത് കിട്ടുന്ന ഇൻഡെക്സ് മാർക്കാണ്. ഈ അവസാനത്തെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് കണക്ക് കൂട്ടുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ 2024 റിസൾട്ടും 2025 റിസൾട്ടും ഞാൻ സൈഡ് ബൈ സൈഡ് വെച്ച് കാണിച്ചു തരാം. 2024 എൻ്റെ മാർക്ക് 65 ഔട്ട് ഓഫ് 300 ആണ് എൻട്രൻസ് സ്കോർ. 2025 എൻ്റെ മാർക്ക് 85 ആണ്. എക്സാക്ട്ലി 20 മാർക്ക് കൂടി. +2ൻ്റെ മാർക്ക് രണ്ടും ഏകദേശം ഈക്വലാണ്, 210ഉം 280ഉം. അതിൽ 1 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് നോർമലൈസേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ രണ്ടാമത്തെ ഭാഗത്തിൽ പറയാം. സോ ടോട്ടൽ ഇൻഡെക്സ് സ്കോർ 275 നിന്നും 295 മാറി ഔട്ട് ഓഫ് 600, അതായത് 20 മാർക്ക് കൂടി. എന്നാൽ അത് കാണുന്ന പോലെ റാങ്ക് മുന്നോട്ടല്ല പോയത്, മറിച്ച് പിന്നോട്ടാണ് പോയത്. അതും 1ഉം 2ഉം ഒന്നല്ല, 3500 റാങ്കാണ് പിന്നോട്ട് പോയത്, വിച്ച് ഈസ് ഹ്യൂജ്. എസ്പെഷ്യലി റാങ്ക് ലിസ്റ്റിൽ വെറും 65,000 കുട്ടികൾ മാത്രമേ ടോട്ടൽ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ. ഇതിന് പിന്നിൽ പല കാരണങ്ങൾ പല ആൾക്കാരും പറഞ്ഞേക്കാം. കഴിഞ്ഞ കൊല്ലത്തെ മാർക്കിനെ അപേക്ഷിച്ച് എല്ലാ കുട്ടികളുടെയും മാർക്ക് എൻ്റെ മാർക്കിനേക്കാളും വല്ലാണ്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. പക്ഷേ അവിടെയാണ് കാര്യങ്ങൾ വീണ്ടും ഡാർക്കാവുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ അവർ എൻട്രൻസ് എക്സാമിൻ്റെ മാത്രം മാർക്ക് എടുത്തിട്ട് ഒരു പെർസെൻറ്റൈൽ സ്കോർ മുകളിൽ എഴുതി കാണിക്കുമായിരുന്നു. പെർസെൻറ്റൈൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മാർക്ക് കമ്പയർ ചെയ്ത് സ്വന്തം മാർക്ക് എത്രയാണെന്ന് കാണിക്കുന്നതാണ് പെർസെൻറ്റൈൽ സ്കോർ. അതായത് തൻ്റെ അടിയിൽ എത്രത്തോളം കുട്ടികൾ ബാക്കിയുണ്ട്. പെർസെൻറ്റൈൽ വെച്ചിട്ടാണ് JEE ഒക്കെ റാങ്ക് കണക്ക് കൂട്ടാറ്. എനിവേ, ഇതിലുണ്ടായിരുന്ന പെർസെൻറ്റൈൽ പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വാനിഷ് ആവും. കാരണം റാങ്ക് ലിസ്റ്റ് കണക്ക് കൂട്ടുന്നത് അവസാനത്തെ ഇൻഡെക്സ് മാർക്കിലാണ്, 600-ലുള്ള ഇൻഡെക്സ് മാർക്കിൽ. സോ പെർസെൻറ്റൈലിന് ഒരു ആവശ്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് ഡിലീറ്റ് ചെയ്തത്. എൻ്റെ പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത്, ഇക്കൊല്ലത്തെ പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത് 77% ആയിരുന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPT-നോട് ഇപ്പോൾ ഉള്ള എല്ലാ ഡാറ്റയും വെച്ചിട്ട് എൻ്റെ ഒരു ഏകദേശ പെർസെൻറ്റൈൽ സ്കോർ കണക്ക് കൂട്ടാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 78 to 77% വിച്ച് ഈസ് എക്സാക്ട്ലി കറക്റ്റ്. ഇതേപോലെ തന്നെ ലാസ്റ്റ് ഇയറിൻ്റെ പെർസെൻറ്റൈൽ സ്കോറും, അതായത് 2024 പെർസെൻറ്റൈൽ സ്കോറും അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. കാരണം അഗെയിൻ ഞാനിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ChatGPT-യോട് ഞാൻ ആ പെർസെൻറ്റൈൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം 52 അഥവാ 52% അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഓർമ്മയിൽ അത് 65%-ൻ്റെയും 70%-ൻ്റെയും ഇടക്കാണ്. സോ 65% അസ്യൂം ചെയ്താൽ 65% നിന്നും 77%-ലേക്ക് 12% വ്യത്യാസമുണ്ട്. 2 കൊല്ലം 65,000 കുട്ടികളാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത് എന്ന് കണക്ക് കൂട്ടിയാൽ 8100 റാങ്ക് മുന്നോട്ട് വരണം. ഈ സ്കോർ മാത്രം എടുത്തു വെച്ചു, അതായത് 35,000-ൽ നിന്നും 27,000-ലേക്ക് കുറയണം. ബട്ട് ഓഫ് കോഴ്സ് +2 മാർക്ക് കൂടി എടുക്കുമ്പോൾ ഇത്ര വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറയും. പക്ഷേ എന്നാലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും ഉണ്ടാകണം. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാങ്ക് ഇമ്പ്രൂവ് ആവുന്നതിന് പകരം പിന്നോട്ട് പോയി. 3500 റാങ്ക് പിന്നോട്ട് പോയി, അതായത് 35,000-ൽ നിന്നും 38,000-ലേക്ക് എത്തി. സോ ടോട്ടൽ എൻ്റെ റാങ്ക് 8,000-ഉം 3,500-ഉം കൂടി കൂട്ടി 11,500 റാങ്ക് പിന്നോട്ട് വന്നു, വിച്ച് ഈസ് അഗൈൻ ഹ്യൂജ്. വെറും 65,000 കുട്ടികൾ മാത്രമുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 11,500 റാങ്ക് എന്ന് പറയുമ്പോൾ മൊത്തം റാങ്കിൻ്റെ 20%-ഓളം വരും. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇത്ര വലിയൊരു വേരിയൻസ് എങ്ങനെ വന്നു? മാർക്ക് ഇത്ര ഇമ്പ്രൂവ് ആയിട്ടും ഇത്ര വലിയൊരു വേരിയൻസ് പിറകോട്ട് എങ്ങനെ വന്നു? അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം.
അതിൻ്റെ ഉത്തരം എന്നോട് വന്ന് എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്കോ എന്തെങ്കിലും ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് അടിയിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ രണ്ടാമത്തെ സംശയം മാർക്ക് നോർമലൈസേഷനെ കുറിച്ചാണ്. മാർക്ക് നോർമലൈസേഷൻ ഓർ സ്റ്റാൻഡർഡൈസേഷൻ. ഈ സെക്ഷൻ മനസ്സിലാവണമെങ്കിൽ ആദ്യം എങ്ങനെയാണ് മാർക്ക് നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിന് ബേസിക്കലി സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സ് ആണ്, ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് രണ്ട് ടേംസ് കാണാം, ഗ്ലോബൽ മീൻ ആൻഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് രണ്ടും വെച്ചിട്ടാണ് മാർക്ക് കണക്ക് കൂട്ടുക. ഇവിടെയുള്ള രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ മീനോ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഒന്നും പബ്ലിക്കലി അവൈലബിൾ അല്ല. അത് പോട്ടെ, എൻ്റെ അറിവ് അനുസരിച്ച് ഇവർ സ്റ്റാൻഡേർഡ് മാർക്കായിട്ട് ഉപയോഗിക്കുന്നത് കേരള സിലബസ് സ്റ്റുഡൻസിൻ്റെ +2 സ്കോറാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാകും, പക്ഷേ പ്രോസ്പെക്ടസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. അതായത് ഒരു കേരള സിലബസ് +2 സ്റ്റുഡൻറ്റിൻ്റെ മാർക്കിൽ അവസാനം നോർമലൈസ് ചെയ്ത് വരുന്ന മാർക്കിൽ ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പാടില്ല. കാരണം അവൻ്റെ മാർക്കാണ് സ്റ്റാൻഡേർഡ് മാർക്കാക്കി എടുക്കുന്നത്. അവൻ്റെ മാർക്കിനോടനുബന്ധിച്ചാണ് ബാക്കിയുള്ള മാർക്കുകൾ കണക്ക് കൂട്ടുന്നത്, അല്ലെ ബാക്കിയുള്ള മാർക്കുകൾ നോർമലൈസ് ചെയ്യുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. 2011 CE റിലീസ് ചെയ്ത ഈ നോർമലൈസേഷൻ, ഹൗ നോർമലൈസേഷൻ വർക്ക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇതിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. സോ ഐ ആം അസ്യൂമിങ് അവർ ഇപ്പോഴും ഇതേ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല, എൻ്റെ ടോട്ടൽ +2 മാർക്ക് 210ഉം 209ഉമാണ്. 2 കൊല്ലത്തെയും മാർക്കുകൾ 210ഉം 209ഉമാണ്. അവിടെ തന്നെ ഒരു ചെറിയ വേരിയൻസ് വന്നു ഒരു മാർക്കിൻ്റെ. ഇവർ +2 മാർക്കിൽ വ്യത്യാസമൊന്നും വരുത്തില്ലെങ്കിൽ, ഞാനൊരു കേരള സിലബസ് സ്റ്റുഡൻ്റാണ്, അപ്പോൾ +2 മാർക്കിൽ മാറ്റമൊന്നും വരുത്തില്ല എന്നാണെങ്കിൽ എങ്ങനെ ഈ ഒരു മാറ്റം വന്നു? ഇതിലും വലിയ പ്രശ്നം വരുന്നത് എൻ്റെ ടോട്ടൽ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് മാർക്ക് എന്ന് പറയുന്നത് 360ൽ 272ആണ്. അഥവാ 300ലേക്ക് അതിനെ താഴ്ത്തിയാൽ 226 മാർക്ക് എനിക്ക് ഉണ്ടാവണം. പക്ഷേ എനിക്ക് ശരിക്കും വന്ന നോർമലൈസ് ചെയ്തതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ വന്ന മാർക്ക് എന്ന് പറയുന്നത് 209ആണ്. അതായത് 17 മാർക്ക് നോർമലൈസേഷനിൽ കുറഞ്ഞു. 17 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യത്യാസമാണ്. അതും എൻ്റെ റാങ്ക് കുറേ പിന്നോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എവിടെ പോയി എൻ്റെ 17 മാർക്ക്? നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈ ഈവൻ ആഡ് +2 മാർക്ക്? എന്തിന് വെറുതെ +2 മാർക്ക് ആഡ് ചെയ്യണം? ഇത്രയോ കഷ്ടപ്പെട്ട് നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് +2 മാർക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? നോർമലൈസേഷൻ പ്രോസസ്സ് എപ്പോഴും ഫെയർ ആയിക്കോളണം എന്നൊന്നുമില്ല. എൻ്റെ കേസിൽ തന്നെ കണ്ടില്ല, 17 മാർക്ക് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റാങ്ക് ചെയ്യാൻ പിന്നോട്ട് വരും. ഓരോ ബോർഡിനും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലും ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ വ്യത്യാസവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോർമലൈസേഷൻ വഴി പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ബാൻഡേഡ് ഒട്ടിക്കുന്ന പോലെയാണ്. എന്തിന് +2 മാർക്ക് എടുക്കണം? എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ +2 മാർക്ക് റിമൂവ് ചെയ്താൽ എൻ്റെ റാങ്ക് 38,000-ൽ നിന്നും 14,000-ലേക്ക് കുറയും. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അഗെയിൻ എൻ്റെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, പക്ഷേ ഞാൻ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിനൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ കഴിയുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ദ നെസസറി ചേഞ്ചസ്. ഈ വർഷത്തേക്ക് മാറ്റിയില്ലെങ്കിലും അടുത്ത വർഷത്തേക്കെങ്കിലും ദയവ് ചെയ്ത് +2 മാർക്ക് ആഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നിർത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ വിഷയം കൂടുതൽ പേര് അറിയാനായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.